ചൂരൽമലയിലെ ഹാരിസൺ മലയാളം ആശുപത്രിക്ക് സമീപത്തുള്ള എസ്റ്റേറ്റ് പാടിയിലായിരുന്നു പ്രശാന്തനും കുടുംബവും താമസിച്ചിരുന്നത്. പാടി ദുരന്തത്തിൽ തകർന്നു. പ്രശാന്തന്റെ ഉപജീവന മാർഗമായിരുന്ന പശുക്കളെയും നഷ്ടപ്പെട്ടു. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് അംഗം UA അജ്മൽ സാജിദ്, മുൻ അംഗം ഷൈജ ബേബി എന്നിവരുടെ സഹായത്തോടെയാണ് തിക്കോടി വികസന സമിതി ഗുണഭോക്താവായി പ്രശാന്തനെ തെരഞ്ഞെടുത്തത്. 900 ചതുരശ്ര അടി വീടിന്റെ നിർമ്മാണത്തിനായി 14 ലക്ഷം രൂപ ചെലവായി. വാട്സപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങളും നാട്ടുകാരും പ്രവാസികളും ചേർന്നാണ് തുക സമാഹരിച്ചത്. തിക്കോടി സ്വദേശിയായ അമേരിക്കൻ മലയാളി വൈദ്യരകത്ത് മസൂദാണ് ഏറ്റവും അധികം തുക സമാഹരിച്ചത്. നമുക്ക് ഒരു കുടുംബത്തിനെങ്കിലും നമുക്കൊരു വീട് വെച്ച് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഇത്രയും വീട് നഷ്ടപ്പെട്ട് കണ്ടപ്പോൾ, കാരണം നമ്മളെ കപ്പാസിറ്റി വെച്ച് അതേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. വലിയ വലിയ സംഘടനകളൊക്കെ കണ്ടമാനം വീടുകൾ ഓഫർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു വീടും കൊണ്ട് എങ്ങോട്ടാണ് പോകുക എന്നുള്ളത്. അപ്പോഴാണ് ഷൈജനെയും അജ്മലിനെയും പരിചയപ്പെട്ടത്. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ആൾക്കാരുണ്ട് ഇങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ലാത്തതെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ പ്രശാന്തനെ തിരഞ്ഞെടുത്തത്. ടി സിദ്ദിഖ് MLA വീടിന്റെ താക്കോൽ കൈമാറി. ഗുരുവായൂരിലെ ചൂൽപ്പുറം കുടുംബസംഗമം ചാരിറ്റബിൾ ട്രസ്റ്റ് അരപ്പറ്റയിൽ വാങ്ങി നൽകിയ 6 സെന്റ് സ്ഥലത്താണ് വീട് പണിതത്. മാതൃഭൂമി ചാനലിലും നീനു എഡിറ്റർ ഇൻ ചീഫ്, അതേമാതിരി വാർഡ് മെമ്പർ അജ്മൽ ഇവരായിട്ട് ബന്ധപ്പെട്ടു. അവർ പറഞ്ഞ ഇതനുസരിച്ചാണ് ഈ പ്രകാശിന് കുടുംബത്തിന് ഞങ്ങളൊരു ഭൂമി വാങ്ങിക്കൊടുക്കാൻ തയ്യാറായത്. ബ്രിട്ടനിലെ വർത്തിങ്കിലുള്ള മലയാളികളുടെ സൗഹൃദ കൂട്ടായ്മയും സ്ഥലം വാങ്ങാനായി 1,70,000 രൂപ നൽകി. ഹാഫ് മാരത്തോൺ മത്സരം നടത്തിയാണ് ഇവർ പണം സമാഹരിച്ചത്. വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വരുമ്പോൾ എവിടെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. വെറും ഡ്രസ്സോടുകൂടിയാണല്ലോ വരുന്നത്. ഒരു വീട് നിർമ്മിച്ചു തന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ്. മാതൃഭൂമി ന്യൂസ്, വയനാട്.